ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണെങ്കിലും നേതാക്കൾ ആടിനെ പട്ടിയാക്കുകയാണെന്നാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ വീണ്ടും പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ രസീത് ഇതുവരെ പൂർണ്ണമായി തിരിച്ചു വന്നിട്ടില്ല, അത് പാർട്ടി പരിശോധിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പാർട്ടിക്ക് പണം നഷ്ടമായിട്ടില്ല എന്ന് പറയുകയെന്നും വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്ക് അവതരിപ്പിച്ചത് മണ്ഡലം കമ്മിറ്റിയിലാണ്, എന്നാൽ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വിവരങ്ങൾ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചരണ തന്ത്രമാണ്. 2022 പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച റെസീറ്റ് ഇപ്പോഴും പൂർണ്ണമായി തിരിച്ചു വന്നിട്ടില്ല. ആ ഫണ്ട് റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാണ് ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുക? അപ്പോൾ ഓഡിറ്റിന് മുമ്പാണ് ഈ കണക്ക് മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മണ്ഡലം കമ്മിറ്റിയിൽ പറയുകയാണ്. ഓഡിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യവും ഇന്നേ വരെ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, പാർട്ടി ആരോപണങ്ങളൊക്കെ തന്നെയും തള്ളുമ്പോൾ തെളിവുകളുണ്ട്, രേഖകളുണ്ട്, മാത്രമല്ല ഈ റിപ്പോർട്ട് അതല്ലെങ്കിൽ രസീത് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ ഓഡിറ്റ് കഴിഞ്ഞ ശേഷമുള്ള വിവരങ്ങൾ മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നും കൃത്യമായി തന്നെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെക്കുകയുമാണ്. വിനീത പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഈ വെളിപ്പെടുത്തലിന് ശേഷം CPM നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകുക കൂടി ചെയ്യുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഈ തുറന്നു പറച്ചിലിന് ശേഷം CPM നേതാക്കൾ നടത്തിയ പ്രതികരണത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഒരു നയാ പൈസ പോലും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അത് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, വ്യക്തിപരമായി ആരും തന്നെ ഇത്തരത്തിൽ പണം കൈക്കലാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണം. അത്തരത്തിലുള്ള പ്രതികരണം എല്ലാവരും ഇപ്പോൾ അവസാനം CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആ പ്രതികരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിൽ കൃത്യമായി ഒരു മറുപടി നൽകുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. അതായത് പാർട്ടി ഫണ്ട് പിരിച്ചതിൽ ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ രസീത് പൂർണ്ണമായി തന്നെ തിരിച്ചു വന്നിട്ടില്ല. അതായത് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പറഞ്ഞത് വ്യാജമായിട്ടുള്ള റെസീറ്റ് നിർമ്മിച്ച് ആ രീതിയിൽ MLA നേതൃത്വത്തിൽ പണം പിരിച്ചിട്ടുണ്ട് എന്നതാണ്. ആ റെസീറ്റ് പോലും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എങ്ങനെ പണം ഇത്തരത്തിൽ പൂർണ്ണമായും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും എന്നതാണ് ചോദിക്കുന്നത്. മറ്റൊന്ന്, 2025 കഴിഞ്ഞ വർഷം 9-ാം മാസത്തിൽ നടന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തനിക്ക് ശാസന നേരിട്ട്, അതായത് പാർട്ടി സംഘടനാപരമായിട്ടൊരു നടപടി ഉണ്ടായത്. അത് താൻ ഉന്നയിച്ചിട്ടുള്ള മറ്റ് 2 ആരോപണങ്ങളാണ്. ഒന്ന്, EP ജയരാജനെ എതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിലും അതോടൊപ്പം പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനമായി ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിലുമാണ്. 2022 ഈ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തിലല്ല തനിക്കെതിരെ സംഘടനാ നടപടി ഉണ്ടാവുകയും അല്ലെങ്കിൽ താൻ അതിൽ തനിക്ക് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷന്റെ കാര്യങ്ങളോട് വിയോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് 2025 ആരോപണങ്ങളാണ്. അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം മറുപടി പറയുന്നത് ഇതിൽ കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നുകൂടി വി കുഞ്ഞികൃഷ്ണൻ പറയുകയാണ്. ഈ നടപടിക്ക് ശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതാണ്. ശരി, അരുൺ പൂപ്പറമ്പ് അവിടെ തുടരുന്നുണ്ട്. നടപടി ഉണ്ടായാൽ വി കുഞ്ഞികൃഷ്ണൻ എന്തൊക്കെ രേഖകൾ, തെളിവുകൾ അതല്ലെങ്കിൽ എന്തൊക്കെ മറുപടി നൽകും എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്.